കവാടം തുറക്കും. രക്ഷാകരാമോസ്തിയേ, ശത്രുവിൻ അണികൾ തകർക്കുക. ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ കുറേ പേർക്കെങ്കിലും കാണാൻ സാധിക്കും. ഈ വെള്ളപ്പത്തിൽ ഈശോയെ കാണാനായിട്ട് സാധിക്കും. കുറേ പേർക്ക് കാണാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് കാണാൻ സാധിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധപ്പത്തിൽ ഈശോ ഉണ്ട്. ഈശോയുടെ സാന്നിധ്യമുണ്ട്. ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഈശോയുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വരാം. ഈശോയുടെ കൗദാശികമായ സാന്നിധ്യത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുക. സ്വർഗവും ഭൂമിയെല്ലാം ഒരുമിച്ച് വരുന്ന ഈ ആരാധന നിമിഷത്തിൽ മാലാഖമാരും വിശുദ്ധരും, പ്രത്യേകിച്ച് പരിശുദ്ധമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധമ്മയുടെ ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ആരാധനയിലായിരിക്കുമ്പോൾ വിശുദ്ധരോടൊപ്പമാണ് നമ്മൾ ആരാധന പങ്കുചേരുക. അതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 7 വിളക്കിൻ നടുവിൽ ഉപവിഷ്ടനായിരിക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ഇപ്പോൾ ആരാധിക്കാം. നമുക്ക് അറിയാവുന്ന ഈരടിയാണ് 7 വിളക്കിൻ നടുവിൽ. നമുക്കൊന്ന് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് സാധിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനോഭാവത്തിലായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന വിധത്തിൽ മുട്ടുമെന്ന് നിൽക്കുകയോ ആദ്യനും അന്ത്യനും നീ മാത്രമേ.
മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന ആരാധന. കർത്താവേ, നിന്റെ രൂപവും ഭാവവും എനിക്ക് നൽകണമേ കർത്താവേ. നിന്റെ ആത്മശക്തി എനിക്ക് നൽകണമേ കർത്താവേ. രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന ആരാധന. നമുക്ക് ഈ സമയം ഒന്ന് കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഇരു കരങ്ങൾ ഉയർത്തി വീശി ആരാധന ആരാധന ആരാധന. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്ന സമൂഹത്തിലാണ് കർത്താവ് ഇടപെടുക. അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കപ്പെടുന്നത് സ്തുതിക്കുന്ന സമൂഹത്തിലാണ്. ദൈവാരാധന നടത്തുന്ന സമൂഹത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കപ്പെടും.
ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ഇരട്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ വന്നു ചേർന്നിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രം, മരിയൻ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, വിശ്വാസികളുടെ കൂട്ടായ്മ, ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, രക്ഷാനാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വളരെയധികം ത്യാഗപൂർവ്വം യാത്ര ചെയ്ത് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ അഭിഷേകത്തിൽ പങ്കുചേരാൻ വന്നു നിൽക്കുമ്പോൾ കർത്താവേ, അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കണമേ. നീ ജീവിക്കുന്ന ദൈവമാണെന്ന്, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അനേകർക്ക് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം കാണുവാൻ അനുഗ്രഹം കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. യേശുവേ, ആരാധന, ആരാധന. ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ ഈശോ വന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. തോളത്ത് തട്ടി, മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട, നിന്റെ കാര്യം ഞാൻ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവം കർത്താവേ, വ്യക്തിപരമായി നിന്നെ സ്നേഹിക്കുന്ന ഈ ദാസീദാസന്മാർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, മരിയൻ അഭിഷേകത്തിൽ ഞങ്ങളെ പൊതിയണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മരിയൻ അഭിഷേകത്തിൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധ കുർബാനയുടെ പ്രസാദപര ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, ജോലി ലഭിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, മദ്യപാനാസക്തി മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കുടുംബങ്ങളിൽ കാലങ്ങളായി നിലനിൽക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ, കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന, 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 ആരാധന. ശാന്തതയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ ജന്മദിനമാണ് 8-ാം തീയതി. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 30-ാം തീയതി തുടങ്ങിയതാണ് നവനാൾ ആചരണം. 29-ാം തീയതി തിരുനാൾ കൊടികയറ്റി 30-ാം തീയതി മുതൽ ഇന്ന് അതിൻ്റെ ഓരോ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് 7-ാം ദിവസം, നവനാളിൻ്റെ 7-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇനി 2 ദിവസം കൂടി അവശേഷിക്കുകയാണ്. ശനിയും ഞായറും. തിങ്കളാഴ്ച മാതാവിൻ്റെ ജന്മദിനം. നമുക്ക് അമ്മയോടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കാം. ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളോടാണ് നമ്മൾ ഒരു സമ്മാനം ചോദിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് ചോദിക്കാം, അമ്മ, ഈ വർഷത്തെ തിരുനാളിന് 2025 തിരുനാളിന് ഈ ബർത്ത്ഡേ തിരുനാൾ ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണം. ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അമ്മയ്ക്ക് എന്ത് സുഖമാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് അമ്മ. അമ്മ സ്വർഗത്തിലാണ്. പിതാവാദൈവത്തിൻ്റെ മകൾ, പുത്രാദൈവത്തിൻ്റെ അമ്മ, പരിശുദ്ധാത്മന മണവാട്ടി. ഞങ്ങൾക്ക് അത്ര ഒന്നും സ്വാധീനമില്ല. ഞങ്ങൾ പാപികളാണ്. അമ്മ ജന്മപാപില്ലാതെ ജനിച്ചവൾ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടെ ആത്മശരീര വിശുദ്ധിയോടുകൂടെ എടുക്കപ്പെട്ടവളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയോട് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ
അമ്മ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുക. മറിയത്തെ ദൈവം വിളിച്ചത് കൃപ നിറഞ്ഞവളെ എന്നാണല്ലോ. ഹാലേലൂയ, വലതുകരം ഉയർത്തി ഹാലേലൂയ, യേശുവേ നന്ദി, ആവേ മരിയാം, ആവേ മരിയ. അപ്പോൾ മറിയം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളല്ല, ഒരു 8 കാര്യങ്ങളുണ്ട്. അത് കൃപയുടെ വഴികളാണ്. മറിയത്തിന് കൃപ കിട്ടാൻ കാരണം, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കാൻ കാരണം, മറിയം ഈശോയുടെ അമ്മയാകാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് തുടക്കമിട്ടത് 3-ാം വയസ്സിൽ മാതാപിതാക്കൾ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു. 3-ാം വയസ്സിൽ. അപ്പം അതുകൊണ്ട് മാതാവിന് ദേവാലയത്തിലൊരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഈ പരിശീലനമാണ് മാതാവിന് ഇങ്ങനെ ഈ ദൗത്യം ഏറ്റെടുക്കാനായിട്ടുള്ള കൃപ നൽകിയത്. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ദൗത്യമേൽപ്പിക്കുക, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കും. ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ, പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ് ദൗത്യമേൽപ്പിക്കും. അപ്പം മറിയം ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ. ഇങ്ങനെ ദൗത്യം ഏറ്റെടുത്തു. മറിയം നമ്മളോട് പറയുന്നത് ഒരു കാര്യം ഇതാണ്. നമുക്ക് മാമോദീസയിലൂടെ കത്തോലിക്ക വിശ്വാസ ജീവിതം അതിന് നമ്മൾ തുടക്കം കുറിച്ചു. നമുക്കൊരു ദൗത്യം ഏറ്റെടുക്കണം. ഈ വിശ്വാസം നമ്മൾ ജീവിക്കണം. യേശുവിൻ്റെ സാക്ഷിയായി മാറണം. യേശുവിന് വേണ്ടി ജീവിക്കണം. നമുക്ക് ഓരോരുത്തർക്കും കുടുംബത്തിൽ തന്നെ കാര്യങ്ങളുണ്ട്. കുടുംബ ഉത്തരവാദിത്വം ഒരു ദൗത്യമാണ്. ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ചെയ്തോളാം കർത്താവേ എന്ന് പറയണം. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം കർത്താവേ എന്ന് പറയണം. ഹാലേലൂയ, യേശുവേ നന്ദി. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ചെയ്തോളാം എന്ന് പറയണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം. നമുക്ക് ചിലപ്പോൾ പെറുപെറുപ്പുണ്ടാകാം, സങ്കടം ഉണ്ടാകാം, ഈ ജീവിതം മതിയെന്ന് ചിന്തിച്ചവരുണ്ടാകാം. പക്ഷെ ദൈവം തന്നതാണ്. ജീവൻ തന്നത് ദൈവമാണ്, വിശ്വാസം തന്നത് ദൈവമാണ്, കുടുംബജീവൻ തന്നത് ദൈവമാണ്, മക്കളെ തന്നത് ദൈവമാണ്, ജോലി, എന്തൊക്കെ സഭയിൽ ചിലപ്പോൾ പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം. എല്ലാം തന്ന ദൈവമാണ്. മതാധ്യാപകരാകാം, പള്ളി കമ്മിറ്റിയിൽ അംഗങ്ങളാകാം. ഇതെല്ലാം ദൈവമാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. കുടുംബം തന്നെ ഒരു നല്ല ഉത്തരവാദിത്വം. എന്തിനാ കുടുംബജീവൻ തന്നത്? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും പരസ്പര സ്നേഹ സമർപ്പണം നടത്താനും. അപ്പോൾ എന്തെങ്കിലും വിവാഹത്തിന് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കാം. കർത്താവെ, ഞാൻ ദൗത്യത്തിൽ നിലനിന്നോളാം, ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിലനിന്നോളാം എന്ന് പറയുക. ഹാലേലൂയ, ആവേ മരിയ. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ ദൗത്യം ചെയ്യണം. മറിയം അതാണ് മറിയത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കാൻ ചെയ്ത കാര്യം അതാണ്. മറിയത്തിന് കൃപ കിട്ടി, കൃപ നിറഞ്ഞവളെന്ന് വിളിക്കപ്പെട്ടു. എങ്കിലും മറിയം കൃപ നിറയപ്പെടാൻ വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു. അപ്പം മറിയം നമ്മളോട് പറയുന്നത്, ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു സമ്മാനം തരും. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന മണിക്കൂറുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. മറിയം ചെയ്തത് ആ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോയി. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പം ആ ദിവസങ്ങളിൽ എന്നുള്ളത്, ഇപ്പോൾ കുട്ടികൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക, അതൊരു ഉത്തരവാദിത്തം. അടുത്ത ആഴ്ചത്തൊക്കെ മാറ്റിവെക്കരുത്. പരീക്ഷയുടെ തലേ ദിവസം വരെ പഠിക്കാൻ പഠനം മാറ്റിവെക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യരുത്. ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? നമ്മളിപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്, പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നത്, കുമ്പസാരിക്കാൻ സാധിക്കുന്നവരെ കുമ്പസാരിക്കുന്നത്, ആരാധന ചാപ്പലിലും ദിവസം മുഴുവൻ ആരാധന മണിക്കൂറുകളിൽ പങ്കുചേരാൻ സാധിക്കുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടി ആരോഗ്യമുള്ളവർ പരിഹാരാരൂപിയിൽ മുട്ടിന് നിരങ്ങിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ സമയം നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കൃപയിൽ മരിയൻ അഭിഷേകമുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ഹാലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ മനസ്സിലൊന്നൊന്ന് ആലോചിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്ക് ഈ സമയം ഈ ആരാധന സമയത്ത് തന്നെ നമുക്ക് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇനി മറിയം ചെയ്ത മൂന്നാമത്തെ കാര്യം മറിയം അത് അങ്ങനെ ആ ഒരു ഭയങ്കര തീക്ഷ്ണതയോടുകൂടിയാണ് യാത്ര ചെയ്തത്. ആത്മാവിന് ഉണർവോടുകൂടെ ഈ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറയുന്നത് അത് ധൃതി പിടിച്ചതല്ല. അത് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പോലെ ചെയ്തതല്ല. നല്ല ആഗ്രഹത്തോടെ ചെയ്തതാണ്.
നമുക്കിപ്പോൾ ഒന്ന് പള്ളിയിൽ പോകാൻ പറയുമ്പോഴും പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും നമുക്ക് വേണോ വേണ്ടയോ എന്ന് മനസ്സും അടുത്ത് ചെയ്യുന്നത് പോലെയല്ല, ആത്മാവിൽ ഉണർവോടെ ചെയ്യുക. ഒരു ആത്മീയ കാര്യം നിങ്ങൾ ആത്മാവിൽ ഉണർവോടെ ചെയ്തു നോക്കാം, അതൊരനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, യേശുവേ നന്ദിയും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:11 നിങ്ങൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ ആരൊക്കെ തീഷ്ണമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയോട് വർത്തിച്ചുവോ അവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെ ആ കൃത്യസമയത്ത് നന്നായിട്ട് ഇടപെട്ടോ, നല്ല ഒരു സമയം പോലും പാഴാക്കാതെ പ്രയോജനപ്പെടുത്തിയോ അവർക്കൊക്കെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ നല്ല കള്ളൻ കുരിശിൽ കിടക്കുന്ന സമയത്ത് പോലും ആ സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. നമുക്കിപ്പോൾ ഇന്ന് ചിലപ്പോൾ 1 മണിക്കൂർ നമ്മളിവിടെ തികച്ചിരിക്കണമെന്നില്ല, കാരണം അടുത്ത ശുശ്രൂഷയുണ്ട്. അപ്പോൾ നമ്മളൊരു 50 മിനിറ്റ് സമയം ഇവിടെ ഇരിക്കുമ്പോൾ ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്തുക. ഈ സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്കുക. കാരണം ഇവിടെ ഈ ദേവാലയത്തിൽ നമുക്കെപ്പോഴും മലയാളം ശുശ്രൂഷ മോർണിംഗ് സ്റ്റാറിലാണ്. ഇവിടെ വളരെ വിരളമായിട്ട് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ലോവർ ബസിലിക്കയിലെ ശുശ്രൂഷ നമ്മുടെ കൂടെ കുറച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ വീട്ടിലിരുന്നാൽ ആഗ്രഹിച്ചാൽ കിട്ടുന്ന കാര്യമല്ല, റിയലായിട്ട് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയം നല്ല ഉണർവോടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ, യേശുവേ നന്ദിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഈ സമയം ഈ മാതാവിൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ 4 മാസത്തിനുള്ളിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു അനുഗ്രഹമാണ് ക്രിസ്മസ് സമ്മാനം. ഇതൊക്കെ നിങ്ങളുടെ ഒരു കുറച്ച് കാലം വേണ്ട ഒരു അനുഗ്രഹമാണെങ്കിൽ, ഇപ്പോൾ വിവാഹമൊക്കെ ആകുമ്പോഴും കുറച്ച് സമയം വേണം. ഒരു ജോലിയൊക്കെ അന്വേഷിക്കുമ്പോൾ, വിദേശ ജോലിയൊക്കെ അന്വേഷിക്കുമ്പോൾ കുറച്ച് സമയം വേണം. അപ്പോൾ ആ ഒരു 4 മാസത്തിനുള്ളിൽ നടക്കേണ്ട വിഷയമാണെങ്കിൽ ഒന്ന് ആ ഒരു വിഷയം മനസ്സിലൊന്ന് ഓർത്തിട്ട് ഒന്ന് കരമൊന്ന് ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇവരിവിടെ ഈ ആരാധന മണിക്കൂർ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ വിഷയത്തിന്മേൽ കാലങ്ങളായി നിലനിൽക്കുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ കാര്യം അങ്ങ് സാധിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. അപ്പോൾ ഇനി നാലാമത്തെ ഒരു കാര്യം മാതാവ് നമ്മളോട് പറയുന്നത്, അപ്പം ലഭിച്ച കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉടനെ തന്നെ ആ ദിവസങ്ങളിൽ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് തിടുക്കത്തിൽ നല്ല ഉണർവോടുകൂടെ ആ കർമ്മം ചെയ്യാൻ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചല്ല ചെയ്തത്. ഇനി അത് ചെയ്യുമ്പോൾ ഈ മലമ്പ്രദേശത്തേക്കുള്ള യാത്രയിൽ മറിയത്തിന് അത് ഈസിയായിട്ടുള്ള യാത്രയല്ല, ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. മലമ്പ്രദേശത്തേക്ക് വരുന്നവർക്കറിയാം, അങ്ങനെ മലനാട്ടിലെ ജീവിതം അത്ര നിസ്സാരമായൊരു കാര്യമല്ല. ബുദ്ധിമുട്ട് ഏറ്റെടുക്കണം. ബുദ്ധിമുട്ടുകൾ എടുക്കുന്ന ജീവിതമാണ് നമ്മുടെ പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ പൗരോഹിത്യം. ഈശോ നിത്യ പുരോഹിതനാണ്. ഈശോ നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നത് വെറുതെ അങ്ങനെ കുരിശിൽ കിടന്നതല്ല, പാടുപീഡകളേറ്റു മരിച്ചതാണ്. കഷ്ടപ്പെട്ട് മരിച്ചിട്ടാണ് രക്ഷ തന്നത്. ഈശോ മരിച്ചിട്ട് തന്ന സാന്നിധ്യമാണ്, ഈശോ കുരിശിൽ മരിച്ചിട്ട് മുറിക്കപ്പെട്ട് നമുക്ക് തന്ന സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. മുറിക്കപ്പെട്ട അപ്പമാണ് നാം സ്വീകരിക്കുന്നത്. ഈശോയുടെ ശരീരം കുരിശിൽ നിറക്കി മറിയം മടിയിലേക്ക് സ്വീകരിച്ചത് മറിയമാണ് ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചത്, മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം സ്വീകരിച്ചത്. അപ്പം ഇത് ഈശോ അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് കുരിശിൽ മരിച്ചതല്ല, കഷ്ടപ്പെട്ട് മരിച്ചതാണ്. അതുപോലെ തന്നെ നിത്യപുരോഹിതനായ ഈശോ അങ്ങനെ ചെയ്തെങ്കിൽ നമുക്കെല്ലാവർക്കും മാമോദീസയിലൂടെ പൊതുപൗരോഹിത്യം എന്ന ഒരു കർത്തവ്യം നമ്മൾ തന്നിട്ടുണ്ട്. അതായത് ഒരപ്പൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പോലെ, അമ്മ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പോലെ, മക്കളും കുടുംബത്തിന് വേണ്ടി അവരുടെ പഠനമെന്ന അധ്വാനം നന്നായിട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണം. എന്നെക്കൊണ്ട് വയ്യ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൈസ മുടക്കി പഠിപ്പിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് പഠിക്കാതെ ഉഴപ്പി നടന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് പഠിക്കേണ്ട കാലത്ത് നന്നായിട്ട് പഠിക്കാതെ നല്ലൊരു ജോലി കിട്ടാതെ ഇപ്പോൾ ചിലപ്പോൾ വിഷമിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ബുദ്ധിമുട്ട് ഏറ്റെടുക്കാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ, ഈ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ നിസ്സാരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ബുദ്ധിമുട്ട് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നാലാമത്തെ കാര്യം കഴിഞ്ഞു. ഒന്നാമത്തെ ദൗത്യം ഏറ്റെടുക്കുക. 2, ലഭിച്ച കൃപ വർദ്ധിപ്പിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. നമ്മൾ ആത്മാവിൽ ഉണർവോടെ ചെയ്യണം. 4-ാമത്തെ കാര്യം കഷ്ടപ്പാടുകൾ ക്ഷമയോടുകൂടെ സഹിക്കണം. 3-ാമത്തെ കാര്യം അങ്ങനെ എലിസബത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. അത് അനുരഞ്ജനത്തിൻ്റെ ഒരു സാധ്യതയാണ്.
അനുരഞ്ജനത്തിൻ്റെ സാധ്യത. ഈ ധൂർത്തപുത്രൻ്റെ വീട്ടിൽ മൂത്ത മകൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു. അവന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. കാരണം അപ്പൻ ഇളയ മകനെ സ്വീകരിച്ചു. അവനൊരു ഉള്ളിലൊരു അസ്വസ്ഥത. നമുക്ക് ചില അസ്വസ്ഥതകളുമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ അപ്പനമ്മയെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ നമ്മൾ ആരെയും അനുരഞ്ജനപ്പെടാത്ത അവസ്ഥ അങ്ങനെ അതിലൂടെ നമ്മൾ കടന്നു പോകുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോറിയൊന്നും ചിലപ്പോൾ സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ അനുരഞ്ജനപ്പെടണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഈശോയെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ആ വ്യക്തി മൂലം എനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെ, ഞാൻ മൂലം ആ വ്യക്തിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെ, ഇങ്ങനെ രണ്ടു കൂട്ടരും വിഷമങ്ങൾ പറഞ്ഞ് കുറേ നാളുകളായി മിണ്ടാതിരിക്കുന്നത്, ഈ വിഷമങ്ങൾ, ഈ വൈരാഗ്യം, വെറുപ്പ്, പക, കർത്താവേ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഒന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടെങ്കിൽ യേശു ക്രിസ്തുവേ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 ആരാധന. ധൂർത്തപുത്രൻ വീട്ടിൽ വഴക്കൊക്കെ മാറി അവൻ തെറ്റൊക്കെ തിരുത്തി വീട്ടിലേക്ക് വന്നു. അപ്പൻ അതെല്ലാം മറന്ന് ക്ഷമിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പം സമാധാനം ഉണ്ടായി. ഈ ഒരു അനുരഞ്ജനം വലിയ ഒരു അനുഗ്രഹത്തിന്, മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുന്നതിന് ഒരു കാരണമാണ്. ഹല്ലേലൂയ. ഇനി ആറാമത്തെ ഒരു കാര്യം നമ്മൾ മാതാവ് ചെയ്തത് അഭിവാദനം പറഞ്ഞു. അഭിവാദനം വീട്ടിൽ ചെന്നിട്ട്, എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അഭിവാദനം പറഞ്ഞു. അഭിവാദനം പറഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. ഇത് നല്ല വർത്തമാനം പറയുക എന്ന് നമ്മൾ ധ്യാനിച്ച്, നല്ല വർത്തമാനം, ഒരു നെഗറ്റീവ് കമൻറ്റ്, ഞാൻ കാരണം ആരെങ്കിലും വിഷമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു വർത്തമാനം മൂലം ആർക്കെങ്കിലും ജീവിതത്തോട് മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വളരെയധികം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ചെറിയ കാര്യം മതി അപ്പം തന്നെ കുറ്റപ്പെടുത്തൽ തുടങ്ങും. വീട്ടിൽ കയറാൻ തോന്നിയല്ല. ഒരു മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 17 വയസ്സുള്ള മകൻ, അവൻ എന്നോട് പറഞ്ഞത് ഏത് നേരവും കുറ്റപ്പെടുത്തലാണ്, വീട്ടിൽ കയറാനേ തോന്നുന്നില്ല. എന്തിനും ഏതിനും അപ്പൻ കുറ്റപ്പെടുത്തും. അങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ നമുക്കൊന്ന് പോസിറ്റീവ് വർത്തമാനം പറയാൻ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മ നിറഞ്ഞ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എഫേസ്യർ 4:29-30. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകും വിധം നല്ല നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ഇന്ന് മുതൽ ചിലപ്പോൾ എനിക്കൊരു അനുഗ്രഹം വേണം, അതിനുവേണ്ടി ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഞാനൊരു നെഗറ്റീവ് കമൻറ്റ് പറയലാം, അല്ലെങ്കിൽ ഞാൻ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയലാം, ഞാനൊരു മനസ്സിനെ മടുപ്പിക്കുന്നൊരു വർത്തമാനം പറയലാം, ഏതു നേരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല. ഇങ്ങനൊരു തീരുമാനമെടുത്തേ ഇത് അനുഗ്രഹത്തിന് കാരണമാകും. ഇത് എലിസബത്തിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി. എലിസബത്തിൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് കുതിച്ചു ചാടുന്ന അനുഭവം, അത്രയും പോസിറ്റീവ് എനർജി. ഒരാളെ നോക്കി ഒന്ന് നല്ല മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചാൽ നമ്മുടെ കണ്ണ് പ്രകാശിക്കും. ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളിന് നല്ല സന്തോഷം ഉണ്ടാകും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് അനുദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എനർജി കൈമാറുന്ന ഒരു രീതിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ അങ്ങനെ അഭിവാദനം പറയുക, നല്ല വർത്തമാനം പറയുക. ജെറമ്യ പ്രവാചക പുസ്തകത്തിൽ 15-ാം അധ്യായം 19-ാം വാക്യം, വിലകെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാതെ, ഈ ഒരു അൺനെസസറി ടോക്ക് നമ്മളത് ഒഴിവാക്കാൻ. ചിലപ്പോൾ കുടുംബത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മറിയത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? ഹൃദയത്തെ സംഗ്രഹിച്ച് വളരെ നിശബ്ദമാണവർ. യൗസേപ്പ് പിതാവും മാതാവും ഇല്ല, ഈശോയെക്കുറിച്ച് പറയുന്ന രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ മൗനം പാലിച്ചു. രോമം കത്തിരിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ മൗനം പാലിച്ചു. അപ്പം ഈശോയുടെ മൗനം, മാതാവിൻ്റെ മൗനം, യൗസേപ്പ് പിതാവിൻ്റെ നിശബ്ദത, അത് അധികം സംസാരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സംസാരം കുറച്ചാൽ രക്ഷപ്പെടാവുന്ന കേസേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനൊരു തീരുമാനം എടുക്കാം. ഞാൻ കുറച്ച് സംസാരമൊക്കെ, ഞാൻ ഇത്തിരി ഓവർ ടോക്കാണ്, ആ സംസാരം ഒന്ന് കുറക്കാൻ തീരുമാനമെടുക്കാം. നമുക്ക് കുറേ അനുഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയ.
ഇനി ഏഴാമത്തെ കാര്യം മറിയം ചെയ്തത്, മറിയത്തിന് എലിസബത്ത് ഇങ്ങനെ സ്തുതിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ അനുഗ്രഹീത, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇങ്ങനെ ഒരു സ്തുതി കൊടുത്തപ്പോഴും മറിയം അത് ഒരു ക്രെഡിറ്റായിട്ട് സ്വീകരിച്ചിട്ട് കൊള്ളാം ഞാൻ അനുഗ്രഹീതയാണ് അങ്ങനെ പറഞ്ഞ് സ്വയം അഹങ്കരിക്കാൻ തയ്യാറായില്ല. മറിയം ഇങ്ങോട്ട് വന്ന സ്തുതിയെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യമാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് ഇങ്ങോട്ട് വന്ന സ്തുതികളെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്നെ വഴി നടത്തുന്ന ദൈവമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ 10 മാസം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. ജ്ഞാനമെട്ട ഒന്ന് ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ ദൈവിക ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ധൂർത്തപുത്രനെ പന്നിക്കൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അപ്പം പോയി വീട്ടിൽ നിന്ന് പോയി വിളിച്ചോ? ഇനി പന്നിക്കൂട്ടിൽ ആരെങ്കിലും പോ മകനെ, വീട്ടിൽ പോ, നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട, നീ വീട്ടിൽ പോ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരാണ് കൊണ്ടുവന്നത്? അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 15:17. ഇതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ക്രമീകരണം. അതാണ് ദൈവം ഒരു ക്രമീകരണം തരും. നിങ്ങൾ എങ്ങനെയൊക്കെയോ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇവിടെ മരിയൻ അഭിഷേകം ഉണ്ട്. നിങ്ങൾക്ക് പലർക്കും ബോധ്യമുള്ള കാര്യമാണ്. ബോധ്യമുള്ളവർ, ഇവിടെ മരിയൻ അഭിഷേകമുണ്ട്, ഇവിടെ മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യമുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആ യാത്രയിൽ തന്നെ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടുന്നൊരു അനുഭവമുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തിക്കാം. ഇവിടെ ഒരു പ്രത്യേക അഭിഷേകമുണ്ട്. ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ദൈവമേ ക്രമീകരിച്ച് തരണമേ. മറിയത്തിനോട് ദൈവദൂതനെ അയച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിച്ച് തരണമേ. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതിന് നല്ല പ്രത്യുത്തരം നൽകിയതുപോലെ ഈ തീർത്ഥാടനത്തെ, ഞങ്ങളുടെ ഈ ശുശ്രൂഷ ജീവിതത്തെ, ഈ ആരാധന മണിക്കൂറുകളെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ കൃപകളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഇന്ന് ഒരു കുടുംബം ഇങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് അങ്ങനെ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ മുൻവശത്തേക്ക് അങ്ങനെ വരുന്നത് പതിവുള്ളതല്ല. അപ്പോൾ അങ്ങനെ അവിടെ ഓർഗൻ വായിക്കുന്ന സിസ്റ്ററിനൊന്ന് കാണാൻ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ പോയി. ആ കൂട്ടത്തിൽ അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ 2 കുടുംബത്തോട് സംസാരിക്കാനിടയായി. അവരും അങ്ങനെ പുറകിൽ സാക്രിസ്റ്റിയിൽ വരണം, സാക്രിസ്റ്റി വന്ന് കാണാൻ അങ്ങനെ അവിടെ പ്രയറൊന്നും അനുവദിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ഒരു ക്രമീകരണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനിടയായി. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതികൾ അജ്ഞാതമാണ്. നമുക്ക് പോലും അത് സംഭവിക്കുന്ന നിമിഷം വരെ നമ്മൾ അതിനെക്കുറിച്ച് അറിയ പോലുമില്ല. പക്ഷെ ദൈവം നമുക്ക് ക്രമീകരിച്ച് തരും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇനി മാതാവിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ്, 8ാമത്തെ ക്വാളിറ്റിയും. മാതാവ് ഈ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ നിന്നില്ല, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ലൂക്ക 1:56. 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം പിന്നെ അവൾ വീട്ടിലേക്ക് മടങ്ങി. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഇത് നമ്മുടെ ഭവനത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഭവനം പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് ചേരേണ്ട സ്ഥലമാണ്. ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ഒരുമിച്ച് ചേരേണ്ട സ്ഥലമാണ്. ഒരുമിച്ച് ഭക്ഷിക്കാനും ഒരുമിച്ച് സഹകരിച്ചും അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഭവനം. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ട ഒരു സ്ഥലമാണ് ഭവനം. അപ്പോൾ ഭവനത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അത് സംഖ്യാപുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ഭവനത്തോട് ചേർന്ന് നിൽക്കണം. എല്ലാവരും ഭവനത്തിലേക്ക് വരട്ടെ. അങ്ങനെ ഭവനത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. എങ്ങനെയാണ് ഞാൻ ഭവനത്തോട് ചേർന്ന് നിൽക്കേണ്ടത്? പ്രാർത്ഥിക്കാനായിട്ടും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായൊരു കാര്യത്തിൽ ഏർപ്പെട്ട് അങ്ങനെ കുടുംബത്തിന് ചേരാത്ത ഒരു അരൂപിയിൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭവനത്തോട് ചേർന്ന് വരേണ്ട
കടമ എനിക്കുണ്ട്. ഈ കാര്യങ്ങളിലൂടെ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, നമ്മൾ ദൗത്യം ഏറ്റെടുക്കണം. എന്നിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള കൂദാശകളിലൂടെ തന്നിട്ടുള്ള കൃപ നമ്മൾ പെരുപ്പിക്കണം. അതിനുവേണ്ടി ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ആർക്കോ വേണ്ടിയിട്ടെന്നല്ലാതെ നമുക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി സ്നേഹത്തോടുകൂടെ ആത്മാവിനുണർവോടുകൂടെ ശുശ്രൂഷകൾ ചെയ്യുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്, ദുരിതങ്ങളുണ്ട്. നമുക്ക് ഓരോ ഉത്തരവാദിത്വം, ജോലിയാകട്ടെ, പഠനമാകട്ടെ, ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുക. ഇനി നമുക്ക് ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി മുന്നോട്ട് പോയാൽ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പെട്ടെന്ന് വരും. ഇനി നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാകുന്നതാകട്ടെ, പോസിറ്റീവ് എനർജി പകരുന്നതാകട്ടെ. ഇനി നമ്മൾ എപ്പോഴും ഇതുപോലെ നമ്മൾ ഈ ആരാധന മണിക്കൂറുകളിൽ നമ്മൾ വന്നിരിക്കുന്നത് പോലെ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നതാണ്. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും വേണ്ടിയിട്ടാണ്. മറിയം നമുക്ക് പ്രൂവ് ചെയ്തു തരുന്ന കാര്യം, മറിയത്തെ ഇത്ര മഹത്വത്തോടെ ദൈവം ഉയർത്തിയെങ്കിൽ അത് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചത് കൊണ്ടാണ്. ഇനി നമ്മുടെ കടമകളോട്, ഭവനത്തോട്, നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കേണ്ട കാര്യം കൂടി നമുക്കുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് മറിയത്തെ പെട്ടെന്നെടുത്തുയർത്തിയ ദൈവം പെട്ടെന്നെടുത്തുയർത്തിയ കാര്യം അത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതാണ്. അപ്പോസ്തലന്മാരെല്ലാം, ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോഴും യോഹന്നാൻ്റെ ഒപ്പം മറിയം കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിപ്പോയി നിന്ന് ഈശോയുടെ മരണത്തെ നേരിൽ കണ്ട് ആരാധിച്ചു. അതാണ് ദൈവപിതാവ് നമുക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ആരാധിച്ചു. നമുക്കും രക്ഷപ്പെടാനുള്ള കുറുക്കു വഴി അതാണ്. നിങ്ങളിപ്പോൾ ഒരു ചായ, നല്ലൊരു ചായ ഉണ്ടാക്കി കുടുംബത്തിൽ ആർക്കെങ്കിലും വിളമ്പിക്കൊടുത്താൽ അത് നല്ല ചായയാണെങ്കിൽ അവരെല്ലാവരും പറയും സൂപ്പർ ചായ എന്ന് പറയും. അങ്ങനെ ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാകും. അങ്ങനെയെങ്കിൽ ദൈവപിതാവ് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഈശോയുടെ മരണം. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഈശോയുടെ കുരിശ് മരണം, പാടുപീഡകൾ സഹിച്ച ഈശോ മരിച്ചത്. ഇത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം, ഇത് നമ്മൾ ആരാധിക്കണം. ആ കൊള്ളം, നന്നായി മരിച്ചു എന്ന് പറയുന്നത് പോലെയല്ല. നമ്മൾ കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും, കുർബാന സ്വീകരിക്കാൻ വേണ്ടി മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോഴുമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ, സങ്കീർത്തനം 91:14, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. രക്ഷിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം അതാണ്, ഒട്ടി നിൽക്കുക. ഒട്ടി നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന്, ആ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിലായിരുന്നു. ദൈവമാണ് എൻ്റെ സ്വത്തെന്നറിഞ്ഞ് അവൻ വീട്ടിലേക്ക് വരാൻ തയ്യാറായി. അപ്പോൾ കിട്ടിയ അവൻ അനുഗ്രഹം. അവനൊന്നും ചോദിച്ചില്ല, പാപങ്ങൾ മാത്രം പറഞ്ഞു. അവനൊന്നും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അപ്പാ എനിക്ക് ഭക്ഷണമില്ലപ്പാ, അപ്പാ എനിക്ക് ചെരുപ്പില്ലപ്പാ, ഞാൻ പട്ടിണിയാണപ്പാ, ഒന്നും പറഞ്ഞില്ല. പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിക്കാൻ വരുന്നത് ഈശോയുടെ കുരിശ് മരണത്തെ പ്രതി ലഭിക്കുന്ന പാപമോചനവും ദൈവവരപ്രസാദവും സ്വീകരിക്കാനാണ്. പക്ഷേ പലരും അത് പ്രാർത്ഥന പറയുന്ന സ്ഥലമായിട്ട് മാറ്റിയിട്ടുണ്ട്, പ്രാർത്ഥന പറയുന്ന സ്ഥലമായിട്ട് തരം താഴ്ത്തിയിട്ടുണ്ട്. പാപമോചനത്തിൻ്റെയും ദൈവവരപ്രസാദത്തിൻ്റെയും ആന്തരിക സൗഖ്യത്തിൻ്റെയും ഇടമാണ് കുമ്പസാരക്കൂടം. ഈശോയെ, ഞങ്ങളുടെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾ നിന്നെ ഇപ്പോൾ ആരാധിക്കുകയാണ്. ഞങ്ങൾ നിന്റെ മരണത്തെ ആരാധിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മറിയം ഈശോയുടെ മുറിക്കപ്പെട്ട ശരീരം സ്വീകരിച്ചതുപോലെ ഈ മുറിക്കപ്പെട്ട അപ്പമാണല്ലോ പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. ഈ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈ പരിശുദ്ധ അപ്പത്തിൽ ഈശോയെ കണ്ട് ആരാധിക്കുന്ന സമൂഹത്തിലാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കപ്പെടുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്കൊന്ന് മുട്ടുമ നിൽക്കാം. സാധിക്കുന്നവർ, അല്ലെങ്കിൽ മുട്ടുമ നിൽക്കാൻ പറ്റാത്തവർ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് മറിയം ഇത് കണ്ടത് ഒരു നിധി പോലെയാണ്. ക്രൂശാകും മേശയിൽ ചുട്ടെടുത്തപ്പം. ഇത് ഈ ബലിപീഠം ഒരു ക്രൂശാണെങ്കിൽ ആ ക്രൂശിൽ കടന്ന് മരിച്ച തമ്പുരാൻ അവിടെ ചുട്ടെടുത്തപ്പമാണ്. സ്വർഗം പാകം ചെയ്തപ്പമാണ്. സ്വർഗം പാകം ചെയ്തപ്പം അതാണ്. അതിനെ നിസ്സാരമാക്കാൻ പാടില്ല, വേണ്ടെന്ന് പറയാൻ പാടില്ല. സ്വർഗം ചുട്ടെടുത്തപ്പമാണ്.
നമുക്ക് വേണ്ടി പാകം ചെയ്ത അപ്പമാണ്. ഈശോ മുറിക്കപ്പെട്ടുണ്ടായ അപ്പമാണ്. നമ്മൾ കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ ആരുടെ മുമ്പിലല്ല, ഈശോയുടെ കുരിശ് മരണത്തിന് മുമ്പിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. ഈശോ കുരിശിൽ മരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് പാപമോചനവും ദൈവവരപ്രസാദവും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടല്ല. അതുകൊണ്ട് ഈ നിധിയെ നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ പാകം ചെയ്തപ്പമിതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ. സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു. ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു. ഓസ്തിയിൽ നാഥന്റെ സ്നേഹം. ഹല്ലേലൂയ പാടാനാഥ ഈശോ നിന്നെ വാഴ്ത്താം. തളിരിട്ട സ്വർഗീയ കതിരേ കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുതനേ. സെറാഫുകളൊന്ന് യേശയ്യാക്കേകിയ സ്വർഗീയ തീക്കനലല്ലോ. മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകള എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ ആരാധനാഥ ഈശോനെ വാഴ്ത്താം. ഹല്ലേലൂയ ആരാധനാഥ ഈശോനെ വാഴ്ത്താം. മരുഭൂവിൽ പെയ്യാത്ത മന്നയെ കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട് സ്വർഗീയ നിധിയെ. സെറാഫുകളൊന്ന് യേശയ്യാക്കേകിയ സ്വർഗീയ തീക്കനലല്ലോ. മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകള എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ ആരാധനാഥ ഈശോ
മേശയും സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം ഹല്ലേലൂയ ആരാധന യേശുവേ വാഴ്ത്തുക ഹല്ലേലൂയ ആരാധന യേശുവേ വാഴ്ത്തുക. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ അവസാന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് മനസ്സുകൊണ്ടൊരുങ്ങാൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമ നിൽക്കുക. വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയെ നവ്യനിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാ നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ എല്ലാ സ്വാദം തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ല സ്തുതിപ്പോടുകൂടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ, ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അങ്ങ് സ്വർഗം തുറക്കണമേ. സ്വർഗീയമായ ആശീർവാദം അങ്ങ് നൽകണമേ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിലേക്ക് സ്വർഗീയമായ ആശീർവാദം നൽകണമേ. കടബാധ്യതകളുള്ള കുടുംബങ്ങളിലേക്ക് സ്വർഗീയമായ ആശീർവാദം നൽകണമേ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളിലേക്ക്, ഒരു ജോലിക്ക് വേണ്ടി അലയുന്നവരുടെ നടപടികളിലേക്ക് യേശുവിന്റെ ആശീർവാദം നിറയട്ടെ. വൈവാഹിക തടസ്സങ്ങളുള്ള കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ ആശീർവാദം നിറയട്ടെ. മദ്യപാനാസക്തിയുള്ള കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ ആശീർവാദം നിറയട്ടെ. കൂടെ കൂടെ വരുന്ന അപകടങ്ങളുള്ള, അങ്ങനെ അതിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ ആശീർവാദം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉന്നതമായ ദൈവശക്തി പ്രവഹിക്കട്ടെ. കാലങ്ങളായി കുടുംബങ്ങളെ, വ്യക്തികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കട്ടെ. കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ദൈവശക്തി വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ യേശുവേ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം കാണുവാൻ അനേകർക്ക് ഭാഗ്യം ലഭിക്കട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാം. പരിശുദ്ധ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം. യേശുവേ നന്ദിയും യേശുവേ ആരാധനാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആവേ മരിയാം ആവേ മരിയാം ആവേ മരിയാം. പരസ്പരം നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കുചേർന്നതിന് പ്രത്യേകം ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ.